മെസ്സേജ് സ്ക്രീൻഷോട്ട് എല്ലാം കണ്ടത് വീണ്ടും വീണ്ടും വെക്കാം. ഇങ്ങനെയുള്ള വധൂരികളെ ഞാൻ എന്നെ ചെയ്യണം? നിങ്ങൾ പറ, എന്ത് ചെയ്യണം? നിങ്ങൾ എത്ര നാളും കണ്ടതല്ലേ എൻ്റെ വീഡിയോസ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഭിപ്രായം എന്നോട് പറയാനുണ്ടാവില്ലേ? എന്നെ ചെയ്യണം, വാട്ട് ടു ഡു പറയൂ. എനിക്ക് പറയാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് ഇത്ര നാളെ വീഡിയോസ് കൊണ്ട് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇടുന്ന വീഡിയോസ് യൂസ്ഫുൾ ആണോ, കൂടാണ്ട് ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ടു ഡു എന്ന വ്യക്തമായൊരു റിപ്ലൈ നിങ്ങൾ എനിക്ക് തരണം. അപ്പോൾ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിലായാലും മതി, കമൻറ്റ് ബോക്സിന് ബുദ്ധിമുട്ടാണ് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരഭിപ്രായം പറയാം. ഇങ്ങനെയുള്ളത് നമ്മൾ നേരിടേണ്ട ഒരു രീതിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്തായാലും ഭൂരിപക്ഷം പേര് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ വന്ന പേഴ്സണലായിട്ടാണ് മെസ്സേജ് അയക്കലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയക്കുക. എനിക്ക് നേരെ വധഭീഷണി, സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവിടെ നിന്നൊക്കെ വധഭീഷണി, അതും ഈ എന്നോട് ഡ്രസ്സിങ് റിലേറ്റഡ് ആയിട്ടും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കാര്യങ്ങളും അതുപോലെ റാഗിങ്ങിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇതൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് എൻ്റെ ഹോസ്റ്റൽ ലൈഫിലുണ്ടായ സംഭവം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, ഒരു പെണ്ണിൻ്റെ ആണോ ആണിൻ്റെ ആണോ അക്കൗണ്ട്, ഏതൊരു മെയിൽ ഫീമെയിൽ അക്കൗണ്ട്, അത് രണ്ടും കൂടി ഒരു അക്കൗണ്ട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ വീഡിയോ കൊള്ളില്ല, നിങ്ങൾ അതാണ്, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ വൃത്തികെട്ടവനാണ്, നിങ്ങൾ എന്നാ പഠിച്ചത്, നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ എന്താണ് തിന്നണത്, ഇതൊക്കെയാണ് ചോദ്യം. അപമാനിച്ച് വിടണ മാതിരി അവൻ വിചാരിച്ച അവൻ എന്നെ അപമാനിച്ചു. എനിക്ക് പോട്ടെ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇതൊക്കെയാണ് കാരണം നിങ്ങളെല്ലാവരും അറിയണം, നമ്മളുടെ വീഡിയോയ്ക്ക് വേണ്ടി വരുന്ന കമൻ്റാണ്. നിങ്ങളെല്ലാവരും അറിയാം. കമൻ്റാണോ ചങ്കുറ്റം അവനില്ല, ആണാണോ പെണ്ണാണോ ശിഖണ്ഡിയാണെന്ന് അറിയില്ല. ഈ ടീമിന് ആ ചങ്കുറ്റം ഇല്ല. ഞാൻ ചോദിച്ചു, നീ വന്ന് കമൻ്റ് ഇട്, നമുക്ക് കമൻ്റ് ഇട്ടാൽ പരിഹരിക്കാമല്ലോ. ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കാം. ഇതാണ് അക്കൗണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ക്വാളിഫിക്കേഷൻ, എന്താണ് ഇന്ന ക്വാളിഫിക്കേഷനാണ്, നിങ്ങളുടെ വീഡിയോ ഇതാണ്, പിന്നെ നിങ്ങൾ ഇന്ന ആളുടെ ഫ്രണ്ടാണ് ഞാൻ, നിങ്ങളുടെ വീഡിയോ വളരെ മോശമാണ്, നിങ്ങൾ അവനെ ആരോ ടാർഗറ്റ് ചെയ്ത വീഡിയോ ഇടുകയാണ്. ഓക്കെ എടോ, ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യം ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്തായിരിക്കും. അത് ഒരാളെ ടാർഗറ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല, എല്ലാവരും ടാർഗറ്റ് ചെയ്തായിരിക്കും വീഡിയോ വന്ന്. ടാർഗറ്റ് ചെയ്യാണ്ട് എന്തെങ്കിലും നടക്കുമോ പരിപാടി? ഞാൻ ആരുടെ പേര് പറഞ്ഞിട്ടില്ല, ആരെയും മെൻഷൻ ചെയ്തിട്ടില്ല വീഡിയോസിൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവണ്ടേ കുട്ടാ? നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നീ നിൻ്റെ അക്കൗണ്ട് നീ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നീ പോയി, ഞാൻ വെല്ലുവിളിക്കാം. എൻ്റെ നേരെ വന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്ത് നീ പറഞ്ഞ വർത്താനം നിനക്ക് പറയാൻ പറ്റുമോ? പറയുകയാണെങ്കിൽ നിന്റെ കവളത്ത് ഞാൻ തലോടി വിടാൻ പറ്റില്ല അല്ലേ? വീഡിയോ കോളല്ലേ, നേരിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്തെങ്കിലും ഒരു ദിവസം. കുറേ നാൾ എടുക്കും, എന്തായാലും കുറച്ച് നാളെടുക്കും. വെയിറ്റ് ചെയ്യടാ, നീ മെസ്സേജ് അയക്കാം, നമുക്കത് ഒരു പ്ലാൻ ചെയ്യാം. ഓക്കെ, പേടിയാണോ അല്ലല്ലോ മെസ്സേജ്? അതാണല്ലേ ഫേക്ക് അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ട് പോയേ. അതൊക്കെ പോട്ടെ. ഈ പൊങ്ങാരോട് നമ്മൾ വേണ്ട കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ എത്രത്തോളം ഫേക്കാണ്, എത്രത്തോളം റിയലാണ് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ റിയലായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും, പുറകിൽ നിന്ന് കോടാലി എടുത്ത് വിട്ട് മറ്റേ റോങ് ടേൺ സിനിമ കണ്ടിട്ടില്ലേ, അതേമാതിരി. അപ്പോൾ ബി കെയർഫുൾ. നമ്മുടെ ലൈഫിൽ വന്ന ആരും ഒരിക്കലും റിയൽ അല്ല. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും അവരോട് ഷെയർ ചെയ്യരുത്. നമ്മുടെ ഒരു കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. നമുക്ക് റിലവൻ്റ് ആയിട്ട് തോന്നുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല റിലവൻ്റ് ആണോ, അവർ റിയൽ ആണോ, നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ എന്ന് മനസ്സിലാവത്തില്ല. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൽ വരുമ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാം.